ഇതാണ് തെർമോസ്റ്റാറ്റ് ഡിജിറ്റൽ. നമുക്ക് ഇൻക്യുബേറ്ററൊക്കെ ഉണ്ടാക്കില്ല, കോഴിമുട്ട വിരിയിപ്പിക്കണ, അതിനൊക്കെ ഈ സാധനം വെച്ചാണ് ചെയ്യൽ. ആർക്കും ഉണ്ടാക്കാം. ഇതിനെന്താ വേണ്ടതെന്ന് ചോദിച്ചാൽ അതിൽ ടൈം സെറ്റ് ചെയ്യൽ പഠിക്കണം. എങ്ങനെ ആകുമ്പോൾ എത്ര ടൈം ആകുമ്പോഴാണ് ഓൺ ആവൽ, എത്ര ടൈം കഴിഞ്ഞിട്ടാണ് ഓഫ് ആവൽ, അതൊക്കെ ഒന്ന് പഠിക്കണം. അപ്പോൾ എങ്ങനെ ചെയ്യാന്നുള്ളത് ഞാൻ ഒരു ഇൻക്യുബേറ്റർ ചെയ്തിട്ടുണ്ട്, അതിന് തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ബോർഡ് നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ K0 K1 ഈ 2 വയർ കറണ്ടിൻ്റെ ബൾബിന് കൊടുക്കാനുള്ളതാണ്, ബൾബിന് സ്വിച്ചായി പ്രവർത്തിക്കാൻ വേണ്ടി. ഈ ബോർഡ് വർക്ക് ചെയ്യാനുള്ള 12 വോൾട്ട് ഗ്രൗണ്ടും പിന്നെ 12 വോൾട്ടും പ്ലസും രണ്ടും കൊടുക്കുക. ഇതാദ്യം നമ്മൾ വർക്ക് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ട് കറണ്ട് കൊടുത്താൽ മതി. കാര്യം അതിൻ്റെ ബാക്കിലൊക്കെ തൊട്ട് കഴിഞ്ഞാൽ കറണ്ട് പിടിക്കും. അപ്പോൾ ആദ്യം നിങ്ങളൊന്ന് 12 വോൾട്ടിൻ്റെ അഡാപ്റ്റർ കൊടുത്തിട്ട് സെറ്റ് ചെയ്തിട്ട് വെച്ചാൽ മതി. ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഇങ്ങനത്തെ ബാറ്ററി ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ പിന്നിമം കൊടുത്തിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക. ആദ്യം സെറ്റ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ സംഗതി ചെയ്താൽ മതി. കറണ്ട് കൊടുത്താണ്ട് നിങ്ങൾ ചെയ്യരുത്, കറണ്ട് പിടിക്കാൻ സാധ്യതയുണ്ട്. ബാക്ക് സൈഡിൽ റിലേക്ക് ഉള്ളതാണ്, ശ്രദ്ധിക്കണം. നമുക്ക് ഇതൊന്ന് പഠിക്കാം, എങ്ങനെ സെറ്റ് ചെയ്യാന്നുള്ളത് ഇതൊന്ന് പഠിക്കാം. നോക്കാം. നമ്മളെ കറണ്ടിൻ്റെ ഫേസ് ലൈൻ അതിൽ കയറിയിട്ട് ഫേസ് ലൈൻ ഔട്ട് ചെയ്ത് കൂടെ എടുത്തിട്ട് ബൾബിന് കൊടുക്കുക, ന്യൂട്രൽ നേരിട്ട് കൊടുക്കുക. ഇത് സെറ്റ് ചെയ്യൽ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഈ ബട്ടണ് ഒന്ന് നെക്കി വിടുമ്പോൾ ഇത് ബ്ലിങ്ക് ചെയ്യും. അപ്പോൾ നമുക്കിതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. എത്രയിലാണ് നമുക്കിത് ഓഫ് ആവേണ്ടതെന്നുള്ളത് നോക്കുക. ബൾബ് എപ്പോഴും ഓഫ് ആവേണ്ടതെന്നുള്ളത്. അപ്പോൾ നമുക്ക് കുറക്കുക വേണ്ടി, നമുക്കൊരു ഇൻക്യുബേറ്ററിലൊക്കെ ആണെങ്കിൽ 38 വെച്ചാൽ മതി. 38 പിന്നെ ഇപ്പോൾ ബ്ലിങ്ക് ചെയ്ത് കഴിഞ്ഞ് ഇത് ഒരറ്റം നിൽക്കുമ്പോൾ P0 എന്ന് വരും. ആ ഒരറ്റും കൂടി നിൽക്കുമ്പോൾ സെറ്റ് ബട്ടൺ C ആണ് കാണിക്കണേ. നമുക്ക് കൂളല്ല വേണ്ടി, നമുക്ക് H ആണ് വേണ്ടി. നമുക്ക് H വെക്കുക. പിന്നെ ബട്ടൺ നിൽക്കുമ്പോൾ 0 വരും, നമ്മൾ H അടുത്ത പ്ലസ് നിൽക്കുമ്പോൾ P1 വരും. അതിൽ പിന്നെ സെറ്റ് ചെയ്യുക. അതിൽ ഞാൻ 38 2 താന്നാൽ വർക്ക് ചെയ്യണം. അതിന് വേണ്ടി 2 കൊടുത്ത് 32 കുറഞ്ഞ് 38 2 കുറഞ്ഞാൽ 36 ആകുമ്പോൾ വർക്ക് ചെയ്യും. അതിന് വേണ്ടി സെറ്റ് ചെയ്ത് വെച്ച് നിങ്ങൾ അത്ര ചെയ്താൽ മതി. വേറെ ഒന്നും നമുക്ക് ക്ലിക്കാൻ നിൽക്കണ്ട. പിന്നെ നിങ്ങൾക്ക് പിന്നെയും കൂടുതൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമെന്നുണ്ടെങ്കിൽ മാത്രമേ പിന്നുള്ളതിൽ കളിച്ചാൽ മതി. എന്താണെന്ന് വെച്ചാൽ സെറ്റ് ബട്ടൺ നമ്മൾ H പിന്നെ സെറ്റ് അടിച്ച് P1 സെറ്റ് അടിച്ച് 2 മിനിറ്റ് കുറഞ്ഞാൽ 2 ആയി കഴിഞ്ഞാൽ കുറഞ്ഞ വർക്ക് ചെയ്യാൻ വേണ്ടി. പിന്നെ H പ്രസ് അടിച്ച് P2 120 എത്ര വരെ കൂടുതൽ പോകുന്നുള്ളത്. അപ്പോൾ ഞാൻ ഇതാ പിന്നെ നിങ്ങൾക്കുള്ളൊക്കെ ഞാൻ നേർക്ക് ഇത് 120 38 പെട്ടെന്ന് പോവാണ്. ഇതിൽ നമ്മൾ സെറ്റ് ചെയ്യണത് നെക്കി പിടിക്കുക. P1 P2 P3 P4 P5 P6 ഇതാണ് സെറ്റിങ്സ് ഉള്ളത്. നമുക്ക് ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുന്നത് പഠിക്കാം. ഒരു ഇൻക്യുബേറ്ററിൽ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യൽ എങ്ങനെയെന്ന് പഠിക്കാം. ഇതാണ് ടെമ്പറേച്ചറിൻ്റെ മീറ്റർ. ഇത് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചത് 38 ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇൻക്യുബേറ്റർ വർക്ക് ചെയ്യും. ഇൻക്യുബേറ്റർ നമ്മൾ നിർമ്മിച്ചതാണ്. ഇതിൻ്റെ വീഡിയോ ഇത് വിരിഞ്ഞതിന് ശേഷം വിടാമെന്ന് വിചാരിച്ചിട്ടാണ് വിടാത്തത്. മുട്ടയൊക്കെ വെച്ച് നമ്പറൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ 37 കാണിച്ചത്. ഇവിടെ 38 ആകുമ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചത് 38 അപ്പോൾ അതങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്, കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 38 ആയപ്പം കട്ട് ഓഫ് ആയതാണ്. 36 ആകുമ്പം ഇത് ഓട്ടോമാറ്റിക് വർക്ക് ചെയ്യും. ഇതെങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. നമ്മുടെ ടൈം 36.2 ആയി. ആ 2 ഉള്ളിടത്ത് 0 ആകുമ്പോൾ 36 ആവും. 36 ആകുമ്പോൾ ഇൻക്യുബേറ്റർ വർക്ക് ചെയ്യും. 36 ആയി ഇൻക്യുബേറ്റർ വർക്ക് ചെയ്ത് മുട്ടയൊക്കെ വെച്ചിട്ടുണ്ട്.
ഇവിടെ ഹ്യൂമിഡിറ്റി കാണിക്കാൻ ഒരു മീറ്റർ വെച്ചിട്ടുണ്ട് ടെമ്പറേച്ചർ കാണാൻ. ഒരു മോട്ടറാണ്, ഇത് ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യും. മുട്ടകളൊക്കെ മെല്ലെ നമ്മൾ തിരിച്ചെടുക്കുന്നു വേണ്ട, ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. 4 മണിക്കൂർ ഇടവിട്ട് സെറ്റ് വെച്ച ടൈമറാണിത്. 4 മണിക്കൂർ ഇടവിട്ട് വർക്ക് ചെയ്തോളൂ, നമ്മളൊന്നും ചെയ്യേണ്ട, ഫിറ്റ് ചെയ്താൽ മതി. ഇതൊരു ട്രാൻസ്ഫോമർ 12 വോൾട്ട് കൊടുക്കാൻ വേണ്ടി. അപ്പോൾ ഇത് സെറ്റ് ചെയ്യൽ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് പഠിക്കാം. ആർക്കും ഇൻക്യുബേറ്റർ ഉണ്ടാക്കാം. ഇതിനൊരു 180 രൂപ കൊടുത്ത മാർക്കറ്റിൽ നിന്ന് കിട്ടും. നമുക്ക് ഇത് പിന്നെ അടുത്ത സെക്ഷനിൽ പഠിക്കാം. ആദ്യം ഇത് പഠിക്കാം. ഇൻക്യുബേറ്റർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ഈ മുട്ടകൾ വിരിഞ്ഞതിന് ശേഷം എത്ര എണ്ണം വിരിഞ്ഞു എന്നൊക്കെ കണക്കെടുത്തിട്ട് ഞാൻ വിട്ടുതരും. നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. എന്നാലും നമുക്ക് ഇതിടുമ്പോൾ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇത് 37 മീറ്റർ സെറ്റ് ചെയ്യൽ. ഈ മീറ്ററിൽ ഈ ഫസ്റ്റത്തെ മോഡ് ഒന്ന് നിൽക്കുക. അപ്പോൾ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യും. അപ്പോൾ നമ്മളിത് 28 ഇത് വരിക. എങ്ങനെ വരുന്നതെന്ന് അറിയില്ല. നമ്മൾ എന്തായാലും 38 ആക്കി വെക്കുക. 38 ആകുമ്പോൾ ഓഫാണ്. അപ്പോൾ ഇതിങ്ങനെ മിന്നി സെറ്റാവും. 38 ആകുമ്പോൾ ഓഫായി. ഇപ്പോൾ ടെമ്പറേച്ചർ 38 ഓഫായി. എന്നിട്ട് ഈ മോഡ് ബട്ടൺ ഇങ്ങനെ പിടിച്ച് നെക്കി പിടിക്കുക. അപ്പോൾ ഇങ്ങനെ വന്നുകൊണ്ട് നിൽക്കും. ഇപ്പോൾ ഈ P0 വെക്കുമ്പോൾ ഒന്ന് നിൽക്കുമ്പോൾ ഇവിടെ കൂൾ എന്നുണ്ട്, പിന്നെ ഹൈ എന്നുണ്ട്, ടെമ്പറേച്ചറിൻ്റെ കാണിക്കുകയാണ്. നമുക്ക് ഹീറ്റാണ് വേണ്ടത്. അപ്പോൾ എച്ച് ആക്കുക. ഇത് വേഗം പോവും. രണ്ടാമതിന് ശേഷം നെക്കി പിടിക്കുക. ഇതിൻ്റെ അടുത്ത് കൂട്ടണ പ്ലസ് നെക്കി കഴിഞ്ഞാൽ P1 വരും. P1 നെക്കി കഴിഞ്ഞാൽ ഇത് 38 2 മിനിറ്റ് 2 കുറഞ്ഞാൽ ഓഫ്, പിന്നെ വർക്ക് ചെയ്യണമെന്നാണ്. 38 2 കുറഞ്ഞാൽ വർക്ക് ചെയ്യണം. 38 ഓഫാവും. പിന്നെ 38 37 36 ആകുമ്പോൾ വർക്ക് ചെയ്യും. രണ്ടാമതും സെറ്റ് ചെയ്ത് പിന്നെ നെക്കി പിടിക്കുക. നെക്കി പിടിച്ചിട്ട് ഇത് നമ്മൾ സെറ്റ് ചെയ്ത് 2. ഇനി P2 എന്നാലും വേണമെന്നില്ല. ഞാനൊരു 40 ആക്കി വെച്ചിട്ടുണ്ട്. കൂടുതൽ എത്ര വരെ പോകണം എന്നുള്ളത്. 38 ആകുമ്പോൾ തന്നെ ആ കട്ട് ഓഫ് ആവും. പിന്നെ മാപ്പിട്ട് പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിലുള്ള എത്രയാണ് സെറ്റ് ചെയ്യുക 38. എന്നിട്ട് മാപ്പിട്ട് സെറ്റ് ചെയ്ത് വെക്കുക. 100 110 എന്താ വേണ്ടി ചെയ്യാം. പിന്നെ വേണ്ടി നെക്കി പിടിക്കുക. ഇതിനെ പോവും. P3 35 സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഏറ്റവും കുറഞ്ഞ് വരികയാണെങ്കിൽ 35 ആകുമ്പോൾ ഓട്ടോമാറ്റിക് ഓഫാവും. നമ്മൾ 35 വരില്ല. നമ്മൾ 36 സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 35 വരിക, 35 വരില്ല. അപ്പം 35 സെറ്റ് ചെയ്ത് വെച്ച് പിന്നെ ഉള്ളത് നെക്കി പിടിക്കുക. P4 നെക്കിയാൽ 00 എന്ന് കാണിക്കും. അവിടെ നിന്നോട്ടെ, അതിമൊന്നും ചെയ്യണ്ട. പിന്നെ 35 0 ആക്കി വെക്കുക. P5 0 ആക്കി വെക്കുക. പിന്നെ നിങ്ങൾ നെക്കി കൊടുത്ത 35 സെറ്റ് ചെയ്ത് നമ്മൾ 6 ഓഫാക്കി ഇട്ടാൽ മതി. ടൈം അലാറം അടിക്കാൻ ഒന്നും വേണ്ട, ഓഫ് അങ്ങനെ വിട്ടാൽ മതി. അപ്പോൾ പിന്നെ ഓട്ടോമാറ്റിക് സെറ്റായിട്ട് വന്നോളും. ഇപ്പോൾ 37.2. ഇനി അത് പോയിട്ട് 36 ആകുമ്പോൾ വർക്ക് ചെയ്യും. ഇങ്ങനെയാണ് ഇതിൻ്റെ സിസ്റ്റം ടൈമറിൻ്റെ. നമുക്ക് അടുത്തത് ഈ ടൈമറിനെ പറ്റി പഠിക്കാം. ഇത് മോട്ടോർ 24 മണിക്കൂറിൽ എപ്പോഴൊക്കെ വർക്ക് ചെയ്യണം, എത്ര സെക്കൻഡ് വർക്ക് ചെയ്യണം എന്നൊക്കെയാണ്. ഇത് അടുത്ത വീഡിയോയിലിടാം. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്. നമുക്ക് ഇൻക്യുബേറ്ററെ വിരിഞ്ഞിട്ട് ശേഷം ഇതെങ്ങനെ നിർമ്മിക്കാം എന്നുള്ളത് ഞങ്ങൾക്ക് ക്ലിയർ ആയിട്ട് വീഡിയോ ചെയ്യുന്നു.